സുലോചന ഹോസ്പിറ്റലിലെത്തി ബാലേന്ദ്രനെ കണ്ടു. ആർക്ക് അസുഖമെന്ന് ഹോസ്പിറ്റലിലായാലും നീ മാത്രമല്ലേ ഉള്ളൂ ശുശ്രൂഷിക്കാനെന്ന് ബാലേന്ദ്രൻ പറയുന്നു. അലീന എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ സുലോചന ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, ബാലേട്ടൻ വിഷമിക്കരുത്, അലീനയെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി, പോലീസ് സ്റ്റേഷനിലാണ്, ഇതുവരെയും വിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കണം, അതിന് അലീന എന്ത് തെറ്റ് ചെയ്തു, എന്തിനാണ് അവളെ കൊണ്ടുപോയത്? അല്ലെങ്കിൽ ചോദ്യം ചെയ്യണമെങ്കിൽ വീട്ടിൽ വെച്ച് ആകാമായിരുന്നല്ലോ. ഞാനിവിടെ ഹോസ്പിറ്റലിലാണെന്ന് അവർക്ക് അറിയാമല്ലോ, അവർ മനഃപൂർവ്വം ഇതിങ്ങനെ ചെയ്യുകയല്ലേ, ആ പോലീസുകാരന് എന്തൊരു അഹങ്കാരമാണ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുകയാണ്. എന്നിട്ട് കൃഷ്ണമോളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മോളെ എന്താണ് സംഭവിച്ചത്, അലീന എവിടെയെന്നൊക്കെ ചോദിച്ചു. അവൾക്ക് എന്നിട്ട് കൃഷ്ണമോളോട് വഴക്ക് പറഞ്ഞ് എന്നെ ഇതൊന്നും അറിയിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് ചാടി എണീക്കാൻ നോക്കുകയാണ്. അപ്പോൾ സിസ്റ്ററും സുലോചനയും കൂടി പിടിച്ച് കിടത്തി. സിസ്റ്റർ വഴക്ക് പറഞ്ഞു, എന്താ സാർ ഇത് കാണിക്കുന്നത്, അവിടെ അടങ്ങി കിടക്കുമെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് സുലോചനയോടും പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്, ഇതൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് അറിയില്ലേ, ഇതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞു. എല്ലാം ശരിയാവും, ഗോവർദ്ധനേട്ട എല്ലാം ശരിയാക്കി നോക്കിക്കോളൂ എന്നൊക്കെ സുലോചന ബാലചന്ദ്രനെ സമാധാനിപ്പിച്ചു.